എനിക്കാകെ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല അമ്മ. ഒരു ഭാഗത്ത് ആ ആനന്ദപിള്ളയോട് ഞാൻ വെല്ലുവിളി വരെ നടത്തി. അപ്പഴാ വീട്ടിലെ ഈ പ്രശ്നങ്ങള്. അതൊക്കെ അങ്ങനെ തന്നെയാ മോളെ. ഒരു ലക്ഷ്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുന്നവർക്ക് ചുറ്റും പരീക്ഷണങ്ങളുടെ ഒരു പെരുമഴ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ രാജുവിന്റെ വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നീ ഇപ്പൊ ശ്രീയുടെ വീട്ടുകാരുടെ കാര്യങ്ങൾ തലയിൽ കയറ്റാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പോണ്ട. ചെറുപ്പം മുതലേ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന രാജുവിന് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അല്ലമ്മ, എന്നാലും എന്തെന്നാലും എന്തായിരുന്നു ആരാ ഫോണില്? അമ്മേ രാജു, ഞാൻ അമ്മയോട് സംസാരിക്കായിരുന്നു. മോള് ഫോൺ രാജുവിന് കൊടുത്തേ. രാജു. ഹലോ അമ്മ. മോനെ, വീട്ടിൽ നടന്ന സംഭവങ്ങളില് അവൾ ആകെ അസ്വസ്ഥയാ. എനിക്കറിയാമേ, അത് ഞാൻ നോക്കിക്കോളാം. അമ്മ അതോർത്ത് ടെൻഷൻ ആവണ്ട. ശരി, ഞാൻ വിളിക്കാം. ശരിയമ്മേ. ഋതികേ, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ അനാവശ്യമായ ടെൻഷനൊക്കെ? അല്ല രാജു, രുക്മിണി വേണ്ടാത്ത ഓരോന്നൊക്കെ ചെയ്ത് അതിന് അച്ഛന്റെ കാര്യങ്ങളും കൂടി ബാധിക്കുന്ന എന്റെ പേടി. പിന്നെ രുക്മിണി കൊണ്ടുവന്ന് വെച്ചാ ആ തകിടാണല്ലോ കേരള രാഷ്ട്രീയത്തിന്റെയും നമ്മുടെ ഈ വീടിന്റെയൊക്കെ സമാധാനം തീരുമാനിക്കുന്നത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ തമാശയായിട്ട് എടുക്കല്ലേ രാജു? പിന്നെ എന്താ ഋതു ഞാൻ ചെയ്യേണ്ടത്? അവരുടെ വീട്ടിൽ നേരെ കയറി ചെന്ന് ഞാൻ വഴക്കിടണോ? അയ്യോ, അങ്ങനല്ല രാജു. ഋതുമോളുടെ മനോവിഷമം എന്താണെന്ന് പറയാതെ തന്നെ എനിക്കറിയാം. ഈ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രതികരിക്കാൻ പോകരുത്. പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രം എതിരെ നിൽക്കുന്ന ആൾക്ക് നന്നായി മനസ്സിലാകുന്ന രീതിയിൽ പ്രതികരിക്കണം. ചില കാര്യങ്ങള് കണ്ണടച്ച് കണ്ടില്ലെന്ന് നടിക്കണം. ഇതേ എന്റെ പോളിസി അല്ല, ഋതുവിന്റെ അച്ഛന്റെ പോളിസി തന്നെ കേട്ടോ. ഋതു, ഇങ്ങോട്ട് നോക്കിയേ. ഈ രുക്മിണിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഋതിക ഇപ്പൊ വലിയൊരു ദൗത്യത്തിലാ. അപ്പൊ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. എന്റെ കുട്ടി വിഷമൊക്കെ മാറ്റി ഈ ബുദ്ധിയില് വർമ്മ സാറിനെ കുറിച്ച് മാത്രം ചിന്തിക്കേ. താങ്ക് യു രാജു. എന്റെ ജീവിതത്തിലേക്ക് രാജു വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ തനിച്ചായി പോയന്. രാജു എന്റെ ധൈര്യം. ഐ എം സോറി രാജു. സോറിയോ? എന്തിന്?